ചരിത്രപ്രസിദ്ധമായ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. കിലോ കണക്കിന് വെള്ളിയും സ്വർണവും ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ആരോ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ വന്നു. അതിനുശേഷം ശക്തമായ അന്വേഷണം നടക്കുന്നു. അതുപോലെ രാമക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചില ആളുകൾ ശ്രമിക്കുന്നു. പലരും ഇത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റികളിലും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിപ്പോൾ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന മറ്റൊരു വാർത്ത. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ശക്തമായ ഉത്തരവാദിത്വത്തോടുകൂടിയ ഇടപെടൽ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കൃത്യമായ അന്വേഷണം നടക്കണം, കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കണം എന്ന വാദമാണ് ഉത്തർപ്രദേശ് സർക്കാരും ജനങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇത് സംഭാവന പണം വകമാറ്റി തട്ടിപ്പ് നടത്തി എന്ന വിവാദത്തിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHP ഉപാധ്യക്ഷനുമായ ചമ്പത് റായ് രാജിവെച്ചു. ചമ്പത് റായ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമായി നിന്ന വ്യക്തിയാണ്. രാമക്ഷേത്രത്തിന്റെ തുടക്കം മുതൽ പതിറ്റാണ്ടുകളായി അദ്ദേഹം അതിന് പിന്നാലെയുണ്ട്. അദ്ദേഹം അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ നിർവഹിച്ച വ്യക്തി കൂടിയാണ് ചമ്പത് റായ്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ആരോപണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു എന്ന വാർത്തയാണ് അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ചമ്പത് റായ്ക്ക് പുറമെ ട്രസ്റ്റ് അംഗമായ ഡോക്ടർ അനിൽ മിശ്രയും തന്റെ പദവി ഒഴിഞ്ഞിട്ടുണ്ട്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും 8 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇരുവരുടെയും അടിയന്തര രാജി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കണം എന്ന് SIT റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു. കേസിൽ അറസ്റ്റിലായ 8 പേരിൽ ചമ്പത് റായുടെ അടുത്ത സഹായിയും ഡ്രൈവറുമായിരുന്ന രാംശങ്കർ യാദവ് എന്ന വ്യക്തിയും ഉൾപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഭണ്ഡാരപ്പെട്ടികളുടെ താക്കോലുകൾ ഇയാളുടെ പക്കൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം 3500 കോടി രൂപയുടെ പണത്തിന് പുറമെ വലിയ തോതിൽ സ്വർണം, വെള്ളി, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചിരുന്നു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിരുന്നില്ല എന്ന് SIT കണ്ടെത്തി. ക്ഷേത്രത്തിൽ ജോലി ലഭിച്ചതിന് ശേഷം പ്രതികൾ അയോധ്യയിലും ലക്നൌവിലും വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായും വ്യക്തമായിട്ടുണ്ട്. തട്ടിപ്പിൽ പങ്കാളികളായ 5 ക്ഷേത്ര ജീവനക്കാർ ഉൾപ്പെടെ 8 പേർക്ക് എതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ചമ്പത് റായ് എന്നിവരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാത്തതിനും ഈ സ്വത്തുക്കൾ മോഷണം പോയതിൽ അത് കൃത്യമായി സൂക്ഷിക്കാൻ പറ്റാത്തതിലുമുള്ള ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അനിൽ മിശ്രയും ചമ്പത് റായും രാജിവെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടക്കണം. ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ചുമതലപ്പെടുത്തി മനഃപൂർവ്വം ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള ചില നീക്കങ്ങൾ ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാണാം. കാരണം മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ സ്വന്തം ഇഷ്ടത്തിനായി മറ്റിടത്ത് തിരികെ കയറ്റി പണ്ടുകാലത്ത് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഇവിടുന്ന് ആൾക്കാരെ ഏജന്റുമാരായിട്ടും ചാരന്മാരായിട്ടൊക്കെ നിയോഗിച്ച് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുന്ന അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ചില രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ചില പഞ്ചായത്തിലും ഒക്കെ തന്നെ നടന്നിട്ടുമുണ്ട്. ഇതൊക്കെ അത്തരത്തിൽ ഇത് ചെറിയൊരു കാര്യമല്ല, ഇതൊരു വലിയ സംഭവമാണ്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ ഉള്ള ക്ഷേത്രമാണ്. എല്ലാം ഭക്തജനങ്ങൾ ലോകത്ത് അവിടുന്നും ഇവിടുന്നും ലോകത്തെല്ലാ നാട്ടിൽ നിന്നും ആളുകൾ ഭക്തജനങ്ങളെ സംഭാവന ചെയ്ത വസ്തുക്കളാണ് ഇവിടെയുള്ളതൊക്കെ. മാത്രമല്ല അതിനകത്ത് ഫണ്ടിലും തിരിമറിയൊക്കെ തന്നെ നടന്നതായുള്ള വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വരുന്നു. ഇത് അങ്ങനെ വെറുതെ വിട്ടുകൂടാ. കൃത്യമായ അന്വേഷണം നടക്കുക തന്നെ വേണം. ഒരു വിട്ടുവീഴ്ചയും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചമ്പത് റായ് ഇപ്പം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ വളരെ നിഷ്കളങ്കമായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒന്നാണ്. അനിൽ മിശ്രയും അങ്ങനെ തന്നെ. അപ്പം അന്വേഷണം നടക്കട്ടെ, കൃത്യമായി ആളുകളെ പിടിക്കട്ടെ. ഇപ്പോൾ 8 പേരെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആരുടെ പ്രേരണയാലാണ് ഇവരിതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും എന്നാണ് അറിയുന്നത്.